കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ദുരിതമാണ് വയനാട് ഉരുൾപൊട്ടലിലൂടെ സാക്ഷ്യം വഹിച്ചത്. രക്ഷാദൗത്യത്തിന്റെ ഓരോ നിമിഷങ്ങളും പിന്നിടുമ്പോൾ മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും ലഭിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് ദുരന്തഭൂമിയിൽ നിന്നും പുറത്തു വരുന്നത്. ഭയാനകമായ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അടുക്കള ഉപകരണങ്ങളും പുസ്തകവും ഫോട്ടോ ഫ്രെയിമുകളും ID കാർഡുകളും ആധാർ കാർഡുകളും ഉൾപ്പെടെയുള്ളവ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത്തരത്തിൽ ദുരന്തത്തിന്റെ ആദ്യ ദിനം മൂവർ സംഘത്തിന്റെ ഒരു ഫോട്ടോ എല്ലാവരുടെയും കണ്ണു നനയിച്ചിരുന്നു. തകർന്ന വീടിന്റെ ഭിത്തിയിൽ യുവാവും സഹോദരിമാരും ഉൾപ്പെടുന്ന ഫോട്ടോ ഫ്രെയിം. ഈ ഫോട്ടോ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ഇവർ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടുവെന്ന രീതിയിലും പ്രചരണങ്ങൾ വ്യാപകമായിരുന്നു. എന്നാൽ താനും സഹോദരിമാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ധീരജ്. ദയവായി പ്രചരണം അവസാനിപ്പിക്കണമെന്നും ഭീതി പടർത്തരുതെന്നും ധീരജ് അപേക്ഷിക്കുകയാണ്. ധീരജും കുടുംബാംഗങ്ങളുമെല്ലാം ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചുവെന്ന വാർത്തയോടൊപ്പമായിരുന്നു ഇത് ഷെയർ ചെയ്യപ്പെട്ടത്. അപകടം നടക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ നിന്ന് മാറി തറവാട് വീട്ടിലായിരുന്നു ധീരജും അമ്മയും. ഉരുൾപൊട്ടിയ ശബ്ദം കേട്ടയുടനെ അപകടം മണത്ത് ധീരജും അമ്മയും അടുത്തുള്ള കുന്നിലേക്ക് ഓടിക്കയറി. മറ്റു കുടുംബാംഗങ്ങളും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. മണിക്കൂറുകളോളം മഴയിൽ നിന്ന് അവർ നേരം പുലർന്നപ്പോഴാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയത്. ഫോട്ടോയിൽ പ്രചരിച്ച സഹോദരിമാർ അപകട സമയം വീട്ടിൽ ഇല്ലായിരുന്നുവെന്നതും ആശ്വാസം. ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്നവർ ഈ വാർത്ത കണ്ട് പരിഭ്രാന്തിയിലായിട്ടുണ്ടെന്നും ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്നും ധീരജ് പറഞ്ഞു. പൂർണ്ണമായും തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് ധീരജിന്റെ സഹോദരിയുടെ വിവാഹത്തിനെടുത്ത ചിത്രം മലവെള്ളപ്പാച്ചിലിൽ ചെളിയിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ധീരജും അമ്മ സുമിഷയും മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. ധീരജിന്റെ മൂത്ത സഹോദരി ഭർത്തൃവീട്ടിലും ഇളയ സഹോദരി തിരുവനന്തപുരത്ത് പഠിക്കുകയുമാണ്. പ്രാണനും കൊണ്ട് ഓടുന്നതിനിടെ ധീരജിന്റെ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു. ഇതോടെയാണ് കുടുംബം അപകടത്തിൽപ്പെട്ടതെന്ന സംശയം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉദിച്ചത്. ഇപ്പോൾ ആ ഫോട്ടോയിലുള്ള യുവാവ് ധീരജ് തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. താനും കുടുംബവും സുരക്ഷിതരാണെന്നും ദയവായി മറിച്ചുള്ള പ്രചരണം അവസാനിപ്പിക്കണമെന്നും ധീരജ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാൻ തീരസംരക്ഷണ സേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജില്ലാ ആസ്ഥാനവും ICG സ്റ്റേഷൻ ബേപ്പൂരും സംയുക്തമായാണ് ദുരന്ത നിവാരണ സേനാംഗങ്ങളെ വയനാട്ടിലേക്ക് അയച്ചത്. ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് അടിയന്തര സഹായങ്ങൾ ഉറപ്പാക്കുമെന്ന് സേനാംഗങ്ങൾ അറിയിച്ചു. മികച്ച പരിശീലനം ലഭിച്ച ICG ഉദ്യോഗസ്ഥരും മെഡിക്കൽ ടീമുമാണ് വയനാടിന് കൈത്താങ്ങാവുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി റബ്ബർ ബോട്ടുകൾ, ബൂട്ടുകൾ, ഡീസൽ പമ്പുകൾ, റെയിൻകോട്ടുകൾ, മരുന്നുകൾ, വെള്ളം, ലൈഫ് ജാക്കറ്റുകൾ, മണ്ണ് നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയ അവശ്യ വസ്തുക്കൾ പക്കലുണ്ടെന്നും തീരദേശ സംരക്ഷണ സേന പറഞ്ഞു. ദുരിതബാധിതരായ ജനങ്ങൾക്ക് മരുന്നുകളും കുടിവെള്ളവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ അയച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും മണ്ണിടിച്ചിലിൽ നിന്നും രക്ഷപ്പെട്ടവർക്കായി സഹായങ്ങൾ എത്തിക്കുന്നതിനും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രതിജ്ഞാബദ്ധരാണ്. ദുരന്ത മേഖലയിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണം. ദുരിതബാധിത മേഖലയ്ക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം എത്തിക്കുമെന്നും തീരസംരക്ഷണ സേനാംഗങ്ങൾ വ്യക്തമാക്കി.